നേപ്പാൾ ഓ നേപ്പാൾ. സുരേഷ് നടുവത്ത് നടത്തിയ നേപ്പാൾ യാത്രയുടെ വിവരണം രണ്ടാം ഭാഗം. അതിർത്തിക്കിപ്പുറം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയം ഇക്ബാൽ. നേപ്പാൾ യാത്രാ വിവരണം ഭാഗം 2. അതിർത്തിക്കിപ്പുറം. ലക്നൌവിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് 250-ലധികം കിലോമീറ്റർ ഉണ്ട്. ട്രെയിൻ മാർഗം വരുന്നവർ ലക്നൌവിൽ ഇറങ്ങേണ്ടതില്ല. പക്ഷെ ഫ്ലൈറ്റിൽ വരുന്നവർക്ക് ലക്നൌവിലാണ് എയർപോർട്ട്. അതുകൊണ്ടാവും ബസ് അവിടെ നിന്ന് ക്രമീകരിച്ചത്. അതിർത്തിയിൽ കാര്യമായ ചെക്കിംഗ് ഇല്ല. കയ്യിലുള്ള ഹാൻഡ് ബാഗ് സ്കാനിംഗ് മെഷീനിലിടുക, ആധാർ കാർഡ് ഉയർത്തുക. അവിടുത്തെ ഉദ്യോഗസ്ഥന് ഞങ്ങൾ കേരളത്തിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, വേഗം ഞങ്ങളെ വിട്ടു. എന്നാലും 1 മണിക്കൂറോളം സമയമെടുത്തു. അതിർത്തിയിൽ അനുവാദത്തിന് കാത്തു നിൽക്കുമ്പോൾ 8 വയസ്സോളം പ്രായമുള്ള ഒരു ആൺകുട്ടി 3 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെയും കയ്യിലെടുത്ത് ഭിക്ഷ യാചിക്കുന്നു. കുട്ടി വാടി തളർന്നു കിടക്കുന്നു. കൂട്ടത്തിൽ ആരുടെയോ കമന്റ്, വല്ല കഞ്ചാവും കൊടുത്ത് മയക്കിയതാവും. ബാലു 100 രൂപ അവന്റെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ ബാലുവിന്റെ തന്നെ ഭാഷയിൽ 1000 നക്ഷത്രങ്ങൾ വിരിയുന്നു അവന്റെ കണ്ണുകളിൽ. ഇവിടെ ഒരു മാർക്കറ്റുമുണ്ട്. പഴവും പച്ചക്കറികളും അവിടെ നിരന്നിരിക്കുന്നു. നെടുനീളൻ പുഴമത്സ്യങ്ങൾ മസാല പുരളാൻ കാത്തു നിൽക്കുന്നു. 6:30 ലുംബിനിയിലെത്തി. ധാരാളം റിസോർട്ട് ഹോട്ടലുകൾ ഇവിടെയുണ്ട്. ശരാശരി 750-1000 ഇന്ത്യൻ രൂപയാണ് സാമാന്യം ഭേദപ്പെട്ട ഹോട്ടലിൽ വാടക. 3 സ്റ്റാർ എന്നെല്ലാം പരസ്യത്തിൽ ഉണ്ടെങ്കിലും പൊതുവെ താരപദവി ഇല്ല ഹോട്ടലുകൾക്ക്. അതിർത്തി അടുത്താണ്. 1/2 കിലോമീറ്റർ മെല്ലെ നടന്നു. ഒരു ചായക്കടയിൽ നിന്നും ചായ കുടിച്ചു. 50 ഇന്ത്യൻ രൂപ കൊടുത്തു. 50 നേപ്പാളി രൂപ തിരികെ കിട്ടി. 20 ഇന്ത്യൻ രൂപയാണ് ചായയ്ക്ക്. അത് കഴിച്ച് 30 ഇന്ത്യൻ രൂപ നേപ്പാളിയിൽ 52 വരും. നേപ്പാളിലെ ആദ്യ രാത്രി 300 ഇന്ത്യൻ രൂപയ്ക്ക് നേപ്പാളി സിം എടുത്തു. സ്വപ്നയാത്രയുടെ കിച്ചൺ ഗ്രൂപ്പ് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ചപ്പാത്തി, ചിക്കൻ കറി, ചോറ്, പനീർ. വിഭവം കുറവെങ്കിലും കേരളം നിറയുന്നു വയറിനുള്ളിൽ എന്ന പാലായുടെ കവിത മൊഴി മാറ്റി. നാളെ ലുംബിനിയിലാണ്. ബുദ്ധൻ ജനിച്ച കപിലവസ്തുവിൽ ഒരിടത്ത് അശോക ചക്രവർത്തി പേരിട്ട ലുംബിനി എന്ന ജന്മസ്ഥലത്ത് അമ്മ മായാദേവിയുടെ ക്ഷേത്രവും ജലാശയവും ബോധിവൃക്ഷവും പഗോഡയുമുള്ള ഈ കരുണയുടെ ജനപദത്തിൽ ഒരു രാത്രി എനിക്കും കരുണാമയൻ അനുവദിച്ചിരിക്കുന്നു. തണുപ്പുണ്ട്. തൽക്കാലം സുഖനിദ്ര. സുരേഷ് നടുവത്തിൻ്റെ നേപ്പാൾ യാത്രാ വിവരണത്തിൻ്റെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.